സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ എന്തൊരു സ്പെഷ്യൽ വ്യക്തിയുടെ വീട്ടിലാട്ടോ. ഈ ഒരു ചുമര് കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ട്, ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് ആരെ വീടാണെന്ന്. അപ്പോൾ നമ്മളെ പ്രഭാരാട്ടിൻ്റെ വീടാണ്. പ്രഭാരാട്ട നമസ്കാരം. നിങ്ങളെ വീടൊക്കെ ഒന്ന് കാണാമെന്നാണ്. എന്തായാലും എല്ലാ സ്ഥലത്തും നിങ്ങൾ ചെയ്യാണല്ലോ, ഇവിടെ അതിൻ്റെ ഒരു മോഡൽ ചെയ്യാതാക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ തുടക്കത്തിൽ ചെയ്താവില്ല? ഏതാണ്ട് ഒരു 15 വർഷത്തിന് 12-15 ഇടയ്ക്കുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ പല ഇതുപോലെ ചെയ്യുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. ഈ പേപ്പർ ജോയിന്റ് പടമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ. നിങ്ങളൊരു ശൈലി എല്ലാവരും ഒരേമാതിരി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇതില്ല. അതന്നെ, ഓരോ പണിക്കും ഓരോ ശൈലി ഉണ്ടാവും. നിങ്ങളൊരു പണിൻ്റെ ശൈലി ഈ ഒരു പേപ്പർ ജോയിന്റ് ക്ലിയർ ആണ്, ഒരേപോലെയാണ്. പക്ഷെ ഒരു പേപ്പർ ജോയിന്റ് അല്ല, ഇതിലൊക്കെ സിമെന്റ് വെച്ചിട്ട് പടം ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അടച്ചിട്ട് അതിൽ കൂടെ ഒരു വര ഇട്ടേക്കുക. അതെ, അതാണ് അത്. ഈ വരയിടേണ്ട ഇത് ശരിക്കും എന്താ പെയിന്റ് തന്നെയല്ല? അതൊരു തരം പെയിന്റ്. അത് പെയിന്റ് ആണല്ലേ? ആ പെയിന്റിന്റെ പ്രത്യേകത ഒരു കാലത്ത് ആ പെയിന്റ് പോവില്ല, മങ്ങൂല്ല, പോകില്ല. അത് പോണേ സ്ക്രൈപ്പ് ചെയ്ത് കളയണം, അല്ലാണ്ട് പോവില്ല. കറക്റ്റ് ലൈന് ക്ലിയർ ആക്കിയിട്ട് നൂലടിച്ചിട്ട് അതിൽ കൂടെ 0 പോയിന്റ് ബ്രഷ് വെച്ച് വരയ്ക്കണതാ. ഒരു പ്രാവശ്യം പെയിന്റ് മുക്കിയാൽ ഒരു ഡോട്ടേ വെക്കാൻ പറ്റുള്ളൂ, അപ്പോഴേക്കും അത് ഉണങ്ങി പോകും. ഇങ്ങനെ ചെറിയ ഡോട്ട് അല്ലേ? ചെറിയ ഇത് കണ്ടോ, ഇത് കാണാം, ഇത് കണ്ടോ, ഇത്രയേ ഉള്ള ഒരു ഡോട്ടാ. അത് കഴിഞ്ഞ് അങ്ങനെ ചെറിയ ഡോട്ടുകളായിട്ട് വെച്ച് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴേക്കും ഉണങ്ങി പോകും. അതും കൂടി വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ശരിക്കും കിട്ടുന്നത്. അത് ശരിക്ക് അതത്ര കൈ വിറയ്ക്കാത്ത ആളുകൾ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ സിക്സാഗ് വന്നുകൊണ്ടിരിക്കും. പിന്നത്തെ ഒരു പ്രത്യേകത പറയുമ്പോൾ അതാണ് ചെറിയൊരു റഫ് മോഡല്, ചെറിയൊരു മിനുസം കണ്ണാടി ഫിനിഷിംഗ് അല്ല, മിറർ ഫിനിഷിംഗ് അല്ല എന്നുള്ളത്. അതും മെഷീൻ കൊണ്ട് ചെത്തി പണിതിട്ടുള്ളതല്ല, ഇത് കൈച്ചത്താണ്. കൈച്ചത്തല്ലേ? മഴകൊണ്ട് ചെത്തി എടുത്തിട്ടുള്ളത്. അതൊക്കെ കുറച്ച് വർക്ക് വരില്ല നമ്മളെ പഴയ, എന്താ പറയാ, ഇതിനെന്താ ശരിക്കും പറയല്ലേ? ശരിക്കും ആ ഒരു കോർബൽ എന്നാ പറയാ അതിനെ. കോർബൽ. പഴയ കാലത്ത് ഇതിനൊരു പേരുണ്ടല്ലോ, വളര്. വളര്. പണി പൂർത്തിയായിട്ടില്ല അല്ലേ? അതാണ് അവനാന്റെ വർക്ക്. നമ്മൾ ഓരോ അങ്ങനെ അതല്ലെങ്കിലും അങ്ങനെയല്ലേ, കൊശവൻ ഓട്ടക്കാലത്തിന് കഞ്ഞി വെക്കുമ്പോൾ മറ്റു പറയും. കൊശവൻ കുമ്പാരന്മാരെ കൊശവൻ എന്ന് പറയാ ഇവിടെയൊക്കെ. അവര് ശരിക്കും നല്ല കാലത്തിൽ വെക്കില്ല, കഞ്ഞി വെക്കില്ല. ഞങ്ങളെ സ്ഥിതി തന്നെ, എന്റെ വീടിന് സ്ഥിതി തന്നെ. അവ നാളെ നീളെ നമ്മളെ ഈ പണി ചെയ്യുന്ന ആൾക്കാരെ വീടൊക്കെ ഇങ്ങനെ പകുതി പണിയായിട്ട് അവിടെ നിൽക്കും അല്ലേ? ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യിക്കുകയാണെങ്കിൽ മറ്റുള്ള പണിക്കാരെ വെച്ച് ചെയ്യിക്കണേ, നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റിരിക്കുന്ന പണികൾ ചെയ്തു കൊടുക്കും. ഇത് തെങ്ങാണ് ഇത് ശരിക്കും? അത് തെങ്ങാണ്, തെങ്ങ് ചെത്തിയെടുത്ത് വെച്ചേക്കണതാ. അപ്പൊ ഇത് പക്ഷെ സൈസ് പോരാ, അതിന്റെ പേരിൽ ഒരു അഭംഗിയുണ്ട്. ഇല്ല, ഇത് കേടുവരില്ല? അപ്പൊ അതൊന്നും കേടുവരില്ല. അതിന്റെ അകത്ത് മറ്റേ മരുന്ന്, ചെതല് വരാതിരിക്കാനുള്ള മരുന്ന് മുകളിൽ കുറച്ച് കുഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്ത് താഴേക്ക് എത്തുന്നവരേക്കും അത് ഒഴിച്ചിരുന്നു. ചോറിൽ കൂടെ അതങ്ങനെ പിടിച്ച് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് താഴേക്ക് എത്തിയതൊക്കെ മൊത്തം ഓയില് പുറത്തു കൂടെയൊക്കെ, മരത്തിന്റെ പുറത്തു കൂടെയൊക്കെ ഓയിൽ വന്നപ്പോഴാണ് നിർത്തിയത്. അപ്പൊ അതിന്റെ പേരിൽ അത് ഒന്നും സംഭവിക്കില്ല. അതിപ്പോ അത്യാവശ്യം വെയിലും ഉള്ളും, മഴ പെയ്യുമ്പോൾ കുറച്ച് കാറ്റടി വരും, എന്നാലും കുഴപ്പമില്ലാണ്ട് വരുന്നില്ല. ഒറ്റ കോട്ട് ഇത് മാത്രമേ അടിച്ചിട്ടുള്ളൂ, അതില് ടച്ച് വുഡ് അടിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒന്ന് വാർണിഷ് ചെയ്തു. ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അത് ഇപ്പോഴും ഇതിന്റെ ഒരു നമ്മളൊരു വർക്കിന്റെ ഒരു പ്രത്യേകതയാണല്ലേ, ഏത് കാലത്തും ആ ഒരു മോഡലിൽ ഇടയ്ക്കിടയ്ക്ക് എന്നും പുതിയതായിരിക്കും. ഇടയ്ക്ക് പെയിന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് ടൈം വരെയൊക്കെ നിന്നോളും. ഇതാണ് നിങ്ങൾ പറഞ്ഞ മഡ് പ്ലാസ്റ്ററിങ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് അല്ലേ? കോസ്റ്റ്ലി ആണെങ്കിലും അതിന് മെയിൻ്റെനൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ലാഭമാണ്. പിന്നീടൊന്നും ചെയ്യണ്ടല്ലോ. ഞാനിപ്പോ ഇത് നോക്കിയപ്പോൾ നല്ല മിനുസം മാത്രമല്ല, നല്ല തണുപ്പുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നല്ല മഞ്ഞുള്ള സമയത്ത് മണ്ണിലൊരു ചെറിയ കുഴി കുഴിച്ച് കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായിരിക്കും. അതേ തന്നെ തിരിച്ച് ചൂടുള്ള സമയത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പായിരിക്കും. അത് മണ്ണിന്റെ ഒരു. ഈ മഡ് പ്ലാസ്റ്റിക്കിന്റെ ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞു ജസ്റ്റ്. ഇത് ശരിക്കും ചൂട് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിലെന്താ വെച്ചാൽ ഉമി, കൽപ്പൊടി, സിമെന്റ്, മണല്, കുമ്മായം, ഇത്ര സാധനങ്ങൾ, 5 സാധനങ്ങൾ കാണാം. മണല്, മണ്ണ്, ഉമി, കുമ്മായം, സിമെന്റ്, ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് ഫസ്റ്റ് കോട്ട് ചെയ്യും. വെള്ളം ചേർത്ത് റഫ് അതൊന്ന് ഉണക്കിയിട്ട് വേണം ഇത്
കോല് തള്ളി ആ പലക പിടിച്ചെടുക്കാനായിട്ട്. ആ അപ്പോൾ റഫാക്കി ഇടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യൂറിങ് കഴിയുമ്പോൾ ആ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് കോട്ട് വയ്ക്കും. അപ്പം ചെറിയ മണ്ണ്, ചെറിയ മണല്, കുമ്മായം, സിമെന്റ്, അതായത് തരിച്ചിട്ട് അതുകൊണ്ട് വെച്ചിട്ട് മറ്റേ ലൂസാക്കി വെച്ച് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മിനുക്കും. എന്തുകൊണ്ടാണ് മിനുക്കത്? മിനുക്കുമ്പോൾ സാധാരണ ചട്ടകം കൊണ്ട് അല്ലെങ്കിൽ പത്രം കൊണ്ടോ മിനുക്കാം. എന്നിട്ട് മിനുക്കിയിട്ട് അതിൽ മണ്ണെണ്ണ അപ്ലൈ ചെയ്യും. മിനുക്കി കഴിഞ്ഞ ശേഷം മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മിനുക്കി ഒരുവിധം ടെമ്പറായിട്ട് ചെയ്യണത് നല്ലത്. മണ്ണെണ്ണ ഈ ചട്ടകം മണ്ണെണ്ണയിൽ മുക്കി ബ്രഷിന് അടിച്ചിട്ട് മിനുക്കും. അപ്പൊ ശരിക്കും നല്ല സ്മൂത്ത് ആവും അല്ലേ? അപ്പൊ വേറെ ഒന്നും കൂടി ഉണ്ട്, അതിൻ്റെ അകത്ത് പിന്നെ ചെതല് വരില്ല. മണ്ണെണ്ണ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഓൾറെഡി നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മണ്ണെണ്ണ കൂട്ടി മിക്സ് ചെയ്യും. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് ചെതല് വരില്ല. ചെതല് അല്ലെങ്കിലും വരാൻ സാധ്യത കുറവാ, കാരണം അത്രയും ഫില്ലായിട്ടല്ലേ നിൽക്കണം. ഈ സുർക്കി കുമ്മായ ഇതല്ലല്ലോ ശരിക്കും. സുർക്കി ഇതല്ല, ശർക്കര, ഓയില്, ഇഷ്ടികപ്പൊടി, ഇതാണ് അതിന്റെ മെയിൻ കണ്ടന്റ്. അത് പിന്നെ വെച്ച് കുറച്ച് ദിവസം വെക്കണം. അതേപോലെ സുർക്കി മിക്സ് ചെയ്ത് അപ്പം തന്നെ ചെയ്യാം. പിന്നെ ഈ കുറച്ച് ദിവസം മഡ്വാളിനും ഉള്ളതാണ് കുറച്ച് ദിവസം വെച്ചിട്ട് വെക്കുക. മൺചുമര് കിട്ടില്ലേ? മൺചുമര് കെട്ടേണ്ടതിന് എങ്ങനെയാ വെച്ചാൽ അത് ഈ അരിച്ച മണ്ണ് തന്നെ എടുക്കുക. അതിന് മണലും കുമ്മായവും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അത് ഒരു കൃത്യമായിട്ടൊരു പാകമുണ്ടത്. അതായത് പിടിച്ച പിടിയാവണം, ഇട്ടാ പൊട്ടണം. ആ പാകത്തിനാക്കി പെട്ടി ഉണ്ടാക്കിയിട്ട് പെട്ടിയിലിട്ട് ഇടിക്കും. അത് ഭിത്തി എവിടെയാണോ അവിടെയാണ് പെട്ടിയിൽ വെച്ച് ഇടിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടി കഴിച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് അവിടെ ഇടിക്കുക. അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ഒരു ദിവസം ചെയ്യാം. പിറ്റേ ദിവസം അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ചെയ്തു പോകും. അങ്ങനെയാണ് മഡ്വാൾ. അത് അങ്ങനെയാണ് ചെയ്യുക അല്ലേ? അങ്ങനത്തെ വർക്ക് ചെയ്യലുണ്ടല്ലോ ഇവിടെ? ചെയ്തിരുന്നു പണ്ട് അല്ലേ? ശരി. പിന്നെ അതൊക്കെ നിർത്തിയതാ. ഇപ്പൊ ഇത് തന്നെ കല്ലിന്റെ വർക്കിൽ എനിക്ക് ഇത് വന്നോടുകൂടി ഇതിൽ ഇൻട്രസ്റ്റ് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വർക്കും നിർത്തി. ഇവിടെ ആർച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ മഡ്വാൾ തന്നെ, ഓരോ ചുമരും മഡ്വാൾ മഡാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ഇങ്ങനത്തെ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ, ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പഴയ കുറച്ച് സാധനം ഇതൊക്കെ. എന്തായാലും ജസ്റ്റ് ഒന്ന് ഞങ്ങളിവിടെ വന്ന് കല്ലിനെ പറ്റിയിട്ടും ഈ ഒരു മഡ്വാളിനെ പറ്റിയിട്ടും ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ബൈ.